ഞാൻ ഇന്നലെ ഒരു വാർത്ത അറിഞ്ഞു. നമ്മുടെ ഒരു ട്രാൻസ്മെൻ സുഹൃത്ത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്തയാണ്. ഭയങ്കര സങ്കടം തോന്നി. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അവന് ജോലി ഇല്ലായിരുന്നു, അതിൻ്റെ വിഷമം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്, കുടുംബത്തിൽ നിന്നുള്ള മറുപടി അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ അന്വേഷിച്ചപ്പോൾ അതല്ല വിഷയം. അവന് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ സത്യത്തിൽ ഞാൻ നല്ല രീതിയിൽ ഷോക്കായി. കാരണം എനിക്ക് ആ പയ്യനെ ഓൾറെഡി അറിയുന്നതാണ്. ഷെൽട്ടർ ഹോമിൽ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് അവനവിടെ ക്രൈസിസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് അവനെ നന്നായിട്ട് അറിയുന്ന പയ്യനാണ്, സംസാരിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഷോക്കായി. എനിക്ക് ഒറ്റൊരു കാര്യം പറയാനുള്ളൂ, എന്ത് റിലേഷൻഷിപ്പാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ പരസ്പരം ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, സംസാരിക്കുക. പിന്നെ അതൊക്കെ ഒരു എന്താ പറയുക, ആ രീതിയിൽ കാണരുത്. റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിലൊന്നും അവസാനിപ്പിക്കാനുള്ളൊരു ജീവിതമാവരുത്. നമ്മുടെ ജീവിതമൊന്നും അതിന് വേണ്ടി അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. നമ്മൾ മുന്നോട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫിനെ എടുക്കണം, അങ്ങനെ കാണിച്ചു കൊടുക്കണം. ഇതൊന്നും ഒരു ജീവിതമല്ല, റിലേഷൻഷിപ്പ് മാത്രമല്ല നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്, ലൈഫിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പം അതിനില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം, ബോൾഡായിട്ട് ജീവിക്കണം. നമ്മൾ അതിനൊക്കെ ഓവർകം ചെയ്യണം. എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. ഫ്രണ്ട്സുമായി സംസാരിക്കുക, റിലേറ്റീവ്സുമായി സംസാരിക്കുക, ഒരു സർക്കിൾ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി അത് നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ മാക്സിമം ആ പ്രശ്നത്തിൽ നമ്മൾ മാറി ചിന്തിക്കുക, മറ്റുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, ഇതൊരു സൊല്യൂഷനല്ല. അപ്പോൾ എനിക്ക് നല്ല ദുഃഖം തോന്നി. എന്തായാലും ആ സഹോദരൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമുക്ക്.